ഇവിടെ എല്ലാവർക്കും സ്വാഗതം. നമ്മളെടുക്കാൻ പോണ ഒരു ബൈക്ക് റേസിങ്ങിനാണ്. നമ്മളിപ്പോൾ 190 നമ്മൾ എത്ര കിലോമീറ്റർ ഓടും നോക്കാം. എപ്പോൾ ഇടിക്കുന്നോ അപ്പം നിർത്തും. പെട്ടെന്ന് ലെവലായ നമുക്കൊരു വണ്ടി എടുക്കാം. ഇതിനെ കാട്ടി അടിപൊളിയാണ്, അടിപൊളി. കിലോമീറ്റർ കൂടി വരുന്ന നമ്മൾ സ്പീഡ് കുറയ്ക്കുമ്പോഴും കൂടി വരുന്ന ഉടായ്പല്ല. അപ്പം കിലോമീറ്റർ പെട്ടെന്ന് പോണില്ല, അല്ലാതെ ജയിക്കാണ്. എനിക്കൊരു 100 കാട്ടി അങ്ങ് കത്തിക്കണം. ഈ കിലോമീറ്ററും കൂട്ടണം. കിലോമീറ്റർ ആയ നമുക്ക് കിലോമീറ്റർ എത്രയായിരുന്നു ഇതും കണ്ടില്ല. നമുക്കിനി കുറച്ചും കൂടെ ആയ കിലോമീറ്റർ കുറച്ചും കൂടെ ആക്കാൻ കഴിയും. ഓക്കെ, 7ാമത്തെ ലെവല് കിട്ടി നമുക്ക്. നമ്മൾ ജയിച്ച്. കിലോമീറ്റർ കുറച്ച് കൂടുതലാക്കാൻ ഇപ്പോഴേ കുറച്ചായാൽ മതി. നമ്മളിപ്പോൾ 5 ഇയറേ ഉള്ളൂ, 4 ഇയറേ ഉള്ളൂ വയസ്സ്. ഈ ഗെയിം ആയതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ എത്താൻ സ്പീഡ് കൂട്ടണ്ട. ഇവിടേക്ക് എത്തുമ്പോൾ അങ്ങ് വിട്ടാൽ മതി. നല്ലോണം പൊയ്ക്കോളൂ. ഇത്രയും വേഗതയിൽ പോണ എന്തിനാണ് നമ്മൾ വേണം നമുക്ക് അയ്യോ വണ്ടി നമ്മളിപ്പോ കിലോമീറ്റർ 1 കിലോമീറ്റർ ഇപ്പോൾ 356. നമ്മളിപ്പോൾ ഇവിടെ നിർത്താം. 357 ഇപ്പം. നമുക്ക് എങ്ങനെ കൂട്ടണം ഗൈസ്. എവിടെയെങ്കിലും പോയി ഇരിക്കുക. ഏറ്റവും ലാസ്റ്റ് പോകുമ്പോഴേക്കും 7 കിലോമീറ്റർ ശരിക്കും ഇടിച്ചതാണ് ഗൈസ്. മൈക്രോവേവ് ചെയ്യുമ്പോൾ ഭക്ഷണം അണുവികിരണമുള്ളതാക്കും. ചൂടാക്കണമായിരുന്നു. കുറച്ചാക്കണ്ട ഗൈസ്. നമുക്ക് 15 വേണം ഗൈസ്. നമ്മളേലുണ്ട്. അത് ഇത്രയാണ്. നമുക്ക് ജയിക്കാം. ഈ കളിയിൽ പോയി ജയിക്കാം. ഇതെടുക്കാം ഗൈസ്. പോയി എടുക്കാം. ജയിക്കാം നമുക്ക്. രാത്രിയാണല്ലോ. അത്രയും രാത്രി വൈകുന്നേരത്ത് നമുക്ക് കൂട്ടിയേക്കാം ഗൈസ്. രാത്രിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. വൈകുന്നേരത്ത് കൂട്ടി വെച്ചാൽ കാണാൻ പറ്റും. ഇപ്പം കാണിച്ചേ അയ്യോ, പെട്ടെന്ന് എങ്ങനെയെങ്കിലും നോക്കണം. എത്ര നോക്ക്. ഇതായ വേഗാവില്ല. അവര് പ്ലേ എടുത്തിട്ട് ഇതാക്കാം. ഇതിലെത്ര ഉണ്ട്? ഇതില് മാപ്പാണ്. അപ്പം ഇത് കൊടുക്കാം. പെട്ടെന്ന് 10 ആയിരുന്നെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കയറും.
പെട്ടെന്ന് സ്പീഡ് കയറും ഗൈസ്. ഇത് RS100 ആണെന്ന് എനിക്കൊരു ഡൗട്ടല്ല ശരിക്കും. അത് ഗൂഗിളിൽ അടിച്ച് നോക്കി സ്ക്രീൻഷോട്ട് എടുത്ത് RS100 ഏത് മോഡലാണെന്ന് ഞാൻ മറന്നു. അടുത്ത വീഡിയോയിൽ എന്നെ മോഡൽ ഞാൻ പറയുന്നില്ല. RS100 ആണ് എൻ്റെ മോഡൽ. എനിക്ക് അറിഞ്ഞൂടെ. ആരുടെ ചോദിച്ചിട്ടും പറയണില്ല. ഇങ്ങനെയല്ലേ കാണിക്കുന്നത്. പിന്നെ ഈ ഫേസ് ഇങ്ങനെ കാണുമ്പോൾ അതിന് ഞാൻ ജിമ്മിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അതിന് മനസ്സില്ല. പക്ഷെ ഗൂഗിള് പറഞ്ഞു. പക്ഷേ അത് മോഡലാണെന്ന് ചോദിച്ചിട്ട് പറയണില്ല. എന്തുവാ അതിങ്ങനെ പടവും കാണിക്കുന്നില്ല. ഈ കാറ് ആ കാറിൻ്റെ ചിഹ്നം ഇവിടെ എഴുതിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിങ്ങനെ ഓട്ടിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഞാൻ ഓട്ടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പെട്ടെന്ന് തോക്കാനോ അല്ല, പെട്ടെന്ന് ജയിക്കാനാണ്. കണ്ട ഇവിടെ താൻ പെട്ടെന്ന് സ്പീഡ് ചെയ്താ ഇതേതാണ് മാരുതി സുസുക്കിയാണ്. കണ്ട ഇങ്ങനെ ഇടിക്കുന്നതിലൊരു ഗുണം കണ്ടാ. മറ്റേത് നല്ലോണം സ്പീഡ് കയറിയിരിക്കും. മറ്റേത് എത്രയാണെന്ന് നോക്കാം. മൈക്രോവേവ് ചെയ്യുമ്പോൾ ഭക്ഷണം അണുവികരണമുള്ളതാക്കും. എനിക്കിത് ഗ്യാഡ് ഇഷ്ടമേ അല്ല. 13 രൂപയായി. ഒന്നുകൂടാക്കാൻ നോക്കും. ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത് പെട്ടെന്ന് കൂടുമെന്ന്. അത് കുറേ സമയം ആക്കാം. ഇന്ന് ഇതിന് റോഡാക്കാൻ പറ്റിയത് ഇങ്ങനെ ഇന്ന് തന്നെ എടുത്ത് കണ്ട ഗൈസ്. അത് നിങ്ങൾ കാണിച്ചു തരാം. കാണിച്ച് സ്പീഡ് കൂട്ടി അപ്പോൾ ഫസ്റ്റത്തേര് കിടക്കുന്നുണ്ട കൈ ഇവിടെ ഓൾഡെന്ന് കിടക്കുന്നുണ്ട. ഞാൻ കുത്തുന്നൊരു ഓൾഡ്. ആ ഓൾഡ് ഉണ്ട്. ഇവിടെ ചാവിയുണ്ട് ഗൈസ്. നമ്മളെ ഇന്ത്യൻ ബൈക്കിലൊക്കെ ഒന്ന് ഗൈസ് ഒരു വണ്ടിയുണ്ട്. ഇനി ബ്രൈറ്റ്നസ് കണ്ട ഗൈസ്. ഞാൻ ഒന്നാമതേ ബ്രൈറ്റ്നസ് എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു കാര്യം. കണ്ട ഗൈസ് അതെന്താന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചോണ്ട് ഇപ്പം നമ്മൾ ഇടിച്ചേനെ. പക്ഷെ നമ്മൾ ഇടിച്ചില്ല. എസ്കേപ്പ് ആവാറില്ല. ബ്രേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കും. ഞാൻ വേണേൽ കാണിച്ചതിനിപ്പോൾ ഫോൺ എടുക്കുക. ഉണ്ടാ ഇല്ല വേണ്ട. നമ്മൾ ഹോൺ അടിച്ച ഇങ്ങോട്ട് വന്ന വണ്ടി ആയാലും മാറും. ഞാൻ വേണമെങ്കിൽ ഈ വണ്ടിയിൽ ഒന്നുകൂടെ കാണും. കണ്ട നമുക്ക് വഴിയൊക്കെ തരും. ഫോണടിച്ച് വിറപ്പിച്ചാ മതി. ഉണ്ടാ ഫോണടിച്ചിട്ട് കേൾക്കാത്തവർ ഇങ്ങനെ വന്നിട്ട് പോയി. അപ്പോൾ അവർ ഹോണടിക്കില്ല നമ്മൾ. അപ്പം മാറല്ലേ. ഇങ്ങനെ മാറാത്തവരെ മാറ്റിപ്പിക്കല്ലേ. എടാ ഈ ബ്രോയ്ക്ക് ചിലപ്പോൾ മാറുമായിരിക്കും. മാറില്ല. അത് ഏത് കാറൊക്കെ ഇത് വെറുപ്പിക്കാം നമുക്ക്. ഒന്നില്ല മാറില്ല. അടിച്ചങ്ങ് കയറാണ്. നമുക്ക് കിലോമീറ്റർ ഒരു 60 നമുക്ക് ഇരിക്കാം.
ശരിക്കും ഒരു മിനിറ്റ് വേണ്ട. ഒരു ഹോൺ അടിച്ച ഇവിടെ എന്താന്ന് അവര് മാറുന്ന നമ്മളെ ശബ്ദം കേൾക്കാൻ പറ്റും. അവരടിച്ച് പറഞ്ഞില്ലെങ്കിൽ അങ്ങ് ഇടിക്കണം നമ്മള്. ഇത്രേ ഉള്ളൂ. ആ വണ്ടിക്ക് ഡാമേജ് വരും, അത് നമുക്ക് ശരിയാക്കാൻ പൈസ ഉണ്ട്. പക്ഷെ ഇവന്മാർ വന്നില്ലെങ്കിൽ നമുക്കൊരു വെറുപ്പില്ല. നമ്മളെ ഗ്യാസിന് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളെ ബോയ്സ് വണ്ടിപ്പാണ്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഞാനും ഒരു വണ്ടി പ്രാന്തനൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വണ്ടീനെ പേര് ഒഴിക്കുന്നുണ്ട്. ഒരു റേസിംഗ് ബൈക്ക് മാത്രം ഒരിക്കലും നിഞ്ച HSR. ഇപ്പം നിഞ്ചേനെ പുതിയ നിഞ്ചയല്ല പറയുന്നവരൊക്കെ ഇല്ലേ. നിഞ്ച ഇപ്പോൾ ഒരു മോഡല് ഇറക്കുന്നുണ്ട്. പിന്നെ ഡ്യൂക്കിന് ഇപ്പം അതായത് ഫെറാറിയെ പോലെ അഴമ്പോകിന് കണ്ട. അങ്ങനെ ഫെറാറിയെ പോലെ എന്ന് പറഞ്ഞാൽ മാത്രം എനിക്ക് അറിയാവും. അല്ലാതെ എനിക്ക് ചിഹ്നമൊന്നും കാണിച്ചു തന്ന എനിക്ക് ഒട്ടും ഉറങ്ങും. മരിച്ച് മൈക്രോവേവ് ചെയ്യുമ്പോൾ ഭക്ഷണം അണുവികിരണമുള്ളതാക്കും. മൈക്രോവേവിൽ അപകടകരമാം വിധം റേഡിയേഷൻ ഉണ്ടോ എന്ന് ഫാക്ട് ചെക്ക് ചെയ്യാമോ? ഇല്ല, ഇത് വെറും കെട്ടുകഥയാണ്. പക്ഷെ മിശ്രയാണ് ഈ മെസ്സേജ് എനിക്ക് ഫോർവേഡ് ചെയ്തത്. എല്ലാ ഫോർവേഡും സത്യമാകില്ലെന്ന് ഞാൻ എങ്ങനെ അച്ഛന് വിശദീകരിച്ചു കൊടുക്കും? ഗൂഗിൾ സെർച്ചിലെ പുതിയ അങ്ങനെ ഗൂഗിൾ പലതും പറയും. പക്ഷെ ഇതായിപ്പാണ് നമുക്ക് നോക്കാം. മേടിക്കാൻ പോവാണ്. ഇതിലെത്രയെന്ന് നോക്കട്ട്. 20 കുറച്ചും കൂടെ കൂട്ടിയായിരിക്കും ഞാനാക്കമ്മ മേടിക്കാം. പക്ഷേ എനിക്ക് ഇത് കണ്ട ഇതിന് ഇങ്ങനെ സ്പീഡ് ഇവിടെ എഴുതി കാണിക്കാൻ കണ്ട. എനിക്ക് ഇതെടുക്കണം. ഇങ്ങനെ ഇതെടുത്താൽ ശരിക്കും എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ബുള്ളറ്റുണ്ട്, അത് നിങ്ങൾ കാണിച്ചത് കണ്ട. ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇനി നല്ല സൗണ്ടാണ്. പണ്ട് എടുത്തിട്ടുണ്ട്, അന്നത്തെ വീഡിയോ ഒക്കെ ഇടാൻ മറന്നു. ഇതെടുക്കണം. ഇതേത് ബൈക്ക് ബുഗാട്ടിയ? പിന്നെ പേരറിയുന്നവർ ഇടണേ വേണ്ടി. ഇത് പൊളി. പക്ഷെ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാട്ടി വില. നമുക്കിപ്പോൾ നമ്മളെ ബൈക്ക് എടുക്കാം. എടുത്തു. പെയിന്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ബ്ലാക്ക് ആക്കാം ഗൈസ്. അല്ല നമ്മളെ പൈസ ശരിക്കില്ലേ ഉള്ളത് ഓർഡർ ഇല്ല. ഒരു ബ്ലാക്ക് ആക്കണമായിരുന്നു. നമുക്കൊരു ഡ്രൈവിൽ പോയിട്ട് വന്നാലാ? ഒരു അവിടെയാണ് കീ. ബുള്ളറ്റാണ് കണ്ട. പെട്രോളൊക്കെ അവിടെയാണ്. ഇഷ്ടപ്പെട്ടു വേറും ഇതിന്നെ സ്പീഡ് നോക്കാൻ നോക്കി. സ്പീഡ് രക്ഷയില്ല. 181. ഇനി വരാൻ പോണ ബൈക്കൊക്കെ നമ്മളൊക്കെ ഇതിനെ സ്പീഡ് കൂട്ടിയായിരിക്കും വരുത്തുന്ന. ഇതിനൊക്കെ വെറൈറ്റി. നമ്മള് പോണത് ടോപ്പ് റേഞ്ചിലാണ്. എല്ലോ ഇടിക്കുക. എന്തോ പുതിയതാണ്. ഇപ്പൊ ഇടിച്ചേനെ. നമ്മളിപ്പ കുറച്ച് നേരം കൊണ്ട് നമ്മള് ഒന്നിച്ചായി കിടന്നേ. നിങ്ങളൊരു കാര്യം, നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ട ഒരു ബുള്ളറ്റ് അല്ലേ? ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ബുള്ളറ്റ് തന്നെ. ആ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ നോക്കിയാണ് നിങ്ങൾ ബുള്ളറ്റിൻ്റെ ആണ്. ആ ആ ലൈറ്റും അങ്ങനെയാണ്. നമ്മളെ ബുള്ളറ്റിനല്ലാതെ ആയിരിക്കണ്ട. പക്ഷേ ഇതെനിക്ക് സംശയമുണ്ട്. ബുള്ളറ്റിനെ
പഴയ മോഡലായിരിക്കും, പഴയ മോഡലായിരിക്കും. ഇപ്പോഴത്തെ മോഡൽ ഇങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ മോഡൽ ഇപ്പം ബുള്ളറ്റ് ഇങ്ങനത്തതല്ലേ കിടക്കുന്നത്, ചെറിയ കണ്ണാടിയൊക്കെയാണ്. പക്ഷെ ബുള്ളറ്റിന് കമ്പനിയാണ്. പണ്ട് ഇറക്കുന്ന ബുള്ളറ്റാണ് നല്ലത്. ഇപ്പോഴത്തെ ഒന്നും കൊള്ളില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴത്തെ ബുള്ളറ്റൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇത് ഇടിക്കുന്ന എല്ലാവരും മാറ്റാൻ വേണ്ടിയാണ് ബുള്ളറ്റൊന്നും വിചാരിക്കുന്നു. എനിക്ക് ഇപ്പോഴത്തെ ഒരു ബുള്ളറ്റ് ഇഷ്ടമില്ല. നിങ്ങൾക്ക് ഇപ്പം പണ്ടത്തെ ബുള്ളറ്റ് നിങ്ങൾ ആലോചിച്ചു, അല്ല ഗുഡു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെയാണെങ്കിൽ ആ ശബ്ദമേ പോയി. പിന്നെ ഇലക്ട്രിക് ഇറക്കി ബുള്ളറ്റിന് ഇലക്ട്രിക് ഇപ്പോഴത്തതേ പോലെ. അപ്പോൾ ഇലക്ട്രിക് ഇറക്കുന്നത് എന്തിനാ? ഇലക്ട്രിക് ഇറക്കിയിട്ട് എപ്പോഴാണ് യൂട്യൂബ് തുടങ്ങുന്നത്? പക്ഷെ പറയാനുള്ളത് ഗുഡു എന്ന് പറഞ്ഞാൽ സൗണ്ട് എങ്ങനെ ഉണ്ടാകും ബുള്ളറ്റ്. ആ സൗണ്ടിൻ്റെ ഫ്രീ ഫയർ എന്ന് പറയുന്നൊരു ഗെയിം തന്നെ നമ്മളെ ചതിച്ചു. പബ്ജി കുഴപ്പമില്ല, പബ്ജി പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും. കോൾ ഓഫ് ഡ്യൂട്ടിയിൽ ഇപ്പം എനിക്ക് ഒരുപാട് കോൾ ഓഫ് ഡ്യൂട്ടിയിൽ ഓണർ ചെയ്തിട്ടുണ്ട്. ഡ്യൂട്ടി എന്ന് പറയണതാണ് അയാളെ പേര്. ഓ ഓ ഓ ഓ ഓ എന്ത്? അയ്യോ നമ്മളത് തിന്നല്ലേ. അയ്യോ നമ്മൾക്ക് വലുതാക്കും. അതെങ്ങനെ നമ്മൾ പോയ ഫെയിൽഡ്. ഈ ഗെയിം ഡൗൺ ആക്കിയാലും വേണ്ട, സ്റ്റോറേജ് ചെല്ലപ്പം തീരും. അടുത്ത ബൈക്ക് എപ്പം കിട്ടും നോക്കട്ടെ. എൻ്റെ ഒരു നമുക്ക് ബൈക്കിൽ പെയിൻ്റ് അടിക്കാം. വെള്ള വേണോ ചുമപ്പെടുത്തല വേണ്ടല്ലേ? ബ്ലാക്ക്. നമ്മളെല്ലാവരെയും കൊണ്ട് ബ്ലാക്ക്. ഇത് അടുത്ത നിങ്ങൾ പറയാൻ പോണ ഗ്ലൗസ് ഞാൻ ഉണ്ടാക്കിയിട്ട് മേടിക്കും. നിങ്ങൾക്ക് ഏത് ഗ്ലൗസ് വേണോ അത് കമൻറ്റ് ചെയ്തോ. ആ റേറ്റ് കമൻറ്റ് ചെയ്താൽ മതി. റേറ്റ് ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടുന്ന ഏത് ഗ്ലൗസിനാണോ ആ ഗ്ലൗസാണ് ഗായ്സ്. ഇത് നല്ലത്. പക്ഷെ 11 ലെവലെത്തണം. അപ്പം ഇതെത്രാമത്തെ ലെവൽ? 9 ലെവലെത്തണം. പക്ഷെ 20 ലക്ഷം വേണം ഇതെടുക്കാൻ. അതിനെക്കാട്ടി വില കൂടിയതാണ്. പക്ഷെ കൊള്ളാം. വേണ്ട, ഇതാണ് ഗൈസ് ഈ ഗെയിം. SK ഗെയിമിങ്. ഇതും കൊള്ളാം. ഇതേത് ബൈക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇത് ഹിമാലയമാണോ എന്നൊരു ഡൗട്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇത് കമൻറ്റ് ചെയ്യണ്ട. പക്ഷെ ഇതിൻ്റെ പേരുണ്ട് ഇവിടെ. ഇതേത് ബൈക്ക്? പൾസർ 220. പൾസർ ഇറക്കിയ. അപ്പം ഇതേത്? ഇതല്ല, ഹെമഗ 660. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. ശരിയായി. GS100 1400 കൊള്ളാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. എനിക്ക് എന്തോ ഒരു കുഴപ്പം. ഇതെന്തുവാ ബൈക്ക്? ഞാൻ ഒരു ബൈക്ക് കാണിച്ചു തരാം, അത് നിങ്ങൾ കണ്ട.
നിങ്ങൾ തന്നെ അറിയാതെ ഏത് ബൈക്കാണ് ഇത്? ഏത് ബൈക്കാണ് ഗൈസ്? GTA 5 ഇങ്ങനത്തെ ബൈക്കുണ്ട്, പക്ഷെ ഇത് ഏത് ബൈക്കാണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ ഈ ബൈക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ ഇവിടെ താഴെ ഉണ്ടോ എന്ന് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഇത് ഏത് ബൈക്കെന്ന്? അല്ല ഏത് ബൈക്ക്? നിങ്ങൾ കാണാത്ത ബൈക്കുകൾ കാണിക്കും. പക്ഷെ ഇതിൻ്റെ റേറ്റിംഗ് നോക്കിയേ, ഇത്രേ ഉള്ളൂ. അപ്പോൾ 53 ലെവലേ ഇതിലുള്ളൂ. അപ്പോൾ 53 ലെവൽ നമ്മൾ തീർക്കുന്നതായിരിക്കും. പക്ഷെ ലക്ഷങ്ങൾ ഇനിതാ ഞാൻ 1 ലെവൽ എത്തുമ്പോഴും മേടിക്കുള്ളൂ, ഒന്നും മേടിക്കില്ല. ഈ ബൈക്ക് മേടിക്കില്ല. ലെവൻ 9 മേടിക്കില്ല, ലെവൻ 11 മേടിക്കും. ഇതാ ഈ ബൈക്ക് മേടിച്ചില്ല. ഈ 13 ഇതൊന്നും 13, പക്ഷെ ഇതൊന്നും ഞാൻ മേടിക്കാൻ പോണ ഇതാണ്. ഇതേ മേടിക്കില്ല. പിന്നെ ഇത് മേടിക്കില്ല, ഇത് മേടിക്കില്ല, ഇത് ഞാൻ മേടിക്കില്ല, ഇതേ ഞാൻ മേടിക്കും. എനിക്കിത് വേണം. പിന്നെതാ ഇത് മേടിക്കില്ല, ഇത് മേടിക്കില്ല, ഇത് മേടിക്കില്ല, ഇത് മേടിക്കില്ല, ഇത് മേടിക്കില്ല, ഇത് മേടിക്കില്ല. നിഞ്ച അത് സിഞ്ച മേടിക്കും, ഞാൻ നിഞ്ച മേടിക്കും. ഇത്രയും പവറുണ്ടോ ഗായ്സ്? ഇത് കൂട്ടിയത് നിഞ്ച മേടിക്കാൻ. അപ്പം ഞാൻ മേടിക്കാൻ പോണ ഇത് ഞാൻ മേടിക്കും. ഇതല്ലേ വേണ, പൈസ പോവില്ലോ, ഡോർ പോവില്ലോ. ഇത് ഞാൻ മേടിക്കും. പിന്നെ മേടിക്കാൻ പോണ ഇത് ഞാൻ മേടിക്കില്ല, ഇതേ ഞാൻ മേടിക്കും. പിന്നെ ഞാൻ ഒന്നും മേടിക്കില്ല. 10 ലക്ഷം, 12 ലക്ഷം, 15 കോടി, 70-50 കോടി, 70-50 കോടി, 20 കോടി. അപ്പം ഇത്രയും ബൈക്ക് കാണിച്ചു. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു കണ്ട വീടിന് പോയിട്ട് കണ്ട നമ്മളെ ബൈക്ക് പെട്ടെന്ന് എത്തിയണ്ട. ഇതിനൊരു മുഖം ഞാൻ നേരത്തെ കാണിച്ചൊരു ബൈക്കിലായിരുന്നു. അത് ഇതിനൊപ്പം ഉണ്ടാകുന്ന നോക്കട്ടെ. അതാ ഇതല്ലേ ഞാൻ കാണിച്ച, ഇതല്ല, ഇതും കണ്ട. ഈ ബൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബൈക്കും ഈ ബൈക്കും സാമ്യമില്ല. പക്ഷെ നിങ്ങൾ ഈ ബൈക്ക് എവിടെയെങ്കിലും കണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിനുണ്ട് ഈ ബൈക്ക്. അത് ഏത് ഗെയിമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തു. ഈ ഇങ്ങനത്തെ കളറല്ല, വേറെ ഒരു കളറാണ്. ആ ഗെയിം കളിക്കുന്ന ആൾക്ക് പറയാൻ പറ്റും. അത് പറഞ്ഞാൽ അന്ന് ഞാൻ ആ ഗെയിം കളിച്ചിരിക്കും. എൻ്റെ ആ ഗെയിം കിടക്കുന്നുണ്ട്, ഞാൻ കളിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ഇത് കണ്ട RS100 ആണ്. ഹെമഗേരി RS100 അല്ല, CS ആണ്. CS7 700 അല്ല, 700 അല്ലേ, 70. ഇതെനിക്കറിഞ്ഞൂടെ. ഇത് വേറെ ബൈക്കാണ്, നമ്മളെ RS100 അല്ല. നിങ്ങൾ പറഞ്ഞാണ് ഇത് RS100 അല്ലേ.
സീരിയസ് അവരാണ്. അല്ല ഇത് ഗൈസ്, ഇത് മോട്ടോർ സൈക്കിൾ അല്ലേ, മോട്ടോർ ബൈക്ക് അല്ലേ ഇത്? നിങ്ങളൊക്കെയാണ് KF 450T. വേണമെങ്കിൽ ഇത് വേറെ പറഞ്ഞു. ഇത് നമ്മൾ പേരൊന്നുകൂടെ. ഇതിൻ്റെ ഇത് മോട്ടോർ സൈക്കിൾ എന്നല്ലേ മോട്ടോർ ബൈക്ക് എന്നല്ലേ എഴുതാറുണ്ടോ? പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇങ്ങനത്തെ ഈ വീഡിയോ ഇട്ട് വരണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ ബൈ. 36 സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആക്കിത്താ പ്ലീസ്. 50 മതി. 50 എഴുതി ഞാൻ പറയില്ല. 50 എഴുതി നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടം പോലെ ഇങ്ങനെ ചെയ്തു. 50 ആക്കി തന്നാൽ കുഴപ്പമില്ല, 50 ആക്കി തന്നാൽ മതി. എന്നാൽ എനിക്ക് ലൈവ് ഇട്ട് തുടങ്ങാൻ. ലൈവ് എനിക്ക് ഇടണമെങ്കിൽ ഒരു 50 വേണം. ബാക്കിയുള്ള യൂട്യൂബർ എന്നെക്കാട്ടി മുമ്പയാണെങ്കിൽ യൂട്യൂബേഴ്സിന് മാത്രം നിങ്ങൾ ലൈക്ക് ഷെയർ ഇല്ലാന്ന്. ആശറൊക്കെ അല്ല, ആശർ 21 തുടങ്ങി, എന്നെക്കാട്ടി മുമ്പേ തുടങ്ങി. എന്നൊരു കൂട്ടുകാരൻ്റെ ചേട്ടൻ വരെ ഇപ്പം കുറേ ഒക്കെ. എനിക്കൊന്ന് പ്ലീസ് ഒന്നാക്കിത്താ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ഇനിയും ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ, ലൈക്ക്. എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഏത് ഗ്ലൗസ് ഇടണമെന്ന് ഏത് ഗ്ലൗസ് വേണമെന്നും ഈ റേറ്റ് ആരാണോ പറയണത്. പിന്നെ ഇങ്ങനത്തെ ഗ്ലൗസ് വരുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ കളറും കൂടെ ആഡ് ചെയ്യണം, എന്നാലേ എനിക്ക് പറ്റും. എങ്ങനെയെന്ന് അറിയാൻ പറ്റും. അല്ലാതെ പിന്നെ എടുത്തിട്ടൊന്നും പറയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ പഴയ ഗ്ലൗസ് ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വരണമെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ ബെല്ലൈക്കൺ അമർത്തണേ. ബൈ ബൈ.